RJBC ന്യൂസ് 2026 ഏപ്രിൽ 29 ടെലവീവ്. കോടതി മുറിയിൽ നിന്ന് നേരെ സുരക്ഷാ ആസ്ഥാനത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അഴിമതി കേസിൽ വിചാരണ താൽക്കാലികമായി മാറ്റിവെച്ച് അദ്ദേഹം അടിയന്തര സുരക്ഷാ യോഗത്തിനായി IDF ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയുണ്ടായി. ഗാസ ലക്ഷ്യമാക്കി മുന്നേറുന്ന വലിയൊരു സമുദ്ര നീക്കം ഇപ്പോൾ മേഖലയിൽ അതീവ ജാഗ്രതയിലാക്കി. ഏകദേശം 100 കപ്പലുകൾ അടങ്ങുന്ന ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില അടുത്ത ദിവസങ്ങളിൽ ഗാസ തീരത്ത് എത്തുമെന്നാണ് റിപ്പോർട്ട്. പ്രധാന വിവരങ്ങൾ: 100-ലധികം കപ്പലുകളും ബോട്ടുകളും, 1000-ലധികം ആക്ടിവിസ്റ്റുകൾ. ഗ്രീസിന് സമീപം നിലവിൽ ഫ്ലോട്ടിലയുടെ നീക്കം. ഗാസയിലെ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമമെന്ന് ഇസ്രായേൽ ആരോപണം. ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് ഈ നീക്കത്തെ സുരക്ഷാ ഭീഷണിയെ കണക്കാക്കി കടുത്ത നിരീക്ഷണം തുടരുകയാണ്. മുൻകാലങ്ങളിൽ സമാന ഫ്ലോട്ടിലുകളെ ഇസ്രായേൽ നേവി തടഞ്ഞിട്ടുള്ള അനുഭവം നിലവിലുണ്ട്. സ്ഥിതി ഗൗരവം ഉയരുന്നു. വിചാരണ നടപടികൾക്കിടയിൽ തന്നെ പ്രധാനമന്ത്രി നേരിട്ട് സുരക്ഷാ യോഗം വിളിച്ചത് വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. മെഡിറ്ററേനിയൻ കടലിൽ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ സംഘർഷ സാധ്യതയുണ്ടാകാമെന്ന് നിരീക്ഷകർ പറയുന്നു. മാനുഷിക സഹായം എന്ന പേരിലുള്ള ഈ ഫ്ലോട്ടില നീക്കം ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുതിയൊരു വെല്ലുവിളിയാകുന്നു. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. RJBC ന്യൂസ്.